വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ട്രാഫിക് ഫൈൻ കിട്ടുക. നിങ്ങൾക്ക് വാഹനമില്ല, നിങ്ങൾ വാഹനം ഓടിച്ചിട്ടുമില്ല എങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ട്രാഫിക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിനൊരു ട്രാഫിക് ഫൈൻ കിട്ടി. 200 റിയാലാണ് ട്രാഫിക് ഫൈൻ കിട്ടിയത്. അതെങ്ങനെയാണ് അടക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാഫിക് ഫൈൻ കിട്ടിയത്, എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദോഹയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് ട്രാഫിക്കുള്ള സമയത്ത് അദ്ദേഹം റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റു ആളുകളൊക്കെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ പോലീസ് വിളിച്ചിട്ട് അവരുടെ ID മേടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്തു, 200 റിയാൽ 200 റിയാൽ അപ്പം തന്നെ അവരുടെ ഖത്തർ IDയിൽ ഫൈൻ എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് അടക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ 200 റിയാൽ ഫൈൻ കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് അവർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അവർ റോഡ് മുറിച്ച് കടക്കേണ്ട കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചെടുക്കേണ്ട സീബ്ര ലൈൻ അല്ലാത്ത ഭാഗങ്ങളിലൂടെയാണ് അവർ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ പോലീസ് വിളിച്ചവർക്ക് 200 റിയാൽ ഫൈൻ എഴുതി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. അതല്ലാത്ത പക്ഷം ട്രാഫിക് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 200 റിയാൽ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ ഈ വീഡിയോ ഈ സഹോദരൻ കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ മെട്രാഷ് വഴി ഈ ട്രാഫിക് ഫൈൻ അടച്ചോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ 200 റിയാലിന് ഡിസ്കൗണ്ട് 50% ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ മെട്രാഷിൽ അടക്കുമ്പോൾ അതിന് 51% ഡിസ്കൗണ്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തോട് എനിക്ക് മെസ്സേജ് തിരിച്ചയക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ അദ്ദേഹം കാണുകയാണെങ്കിൽ നമുക്കൊന്ന് റിപ്ലൈ തരാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ റോഡ് മുറിച്ച് കടക്കാൻ നോക്കുന്ന ആ റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി സിഗ്നൽ ഓപ്പണാണ്. ഗ്രീൻ സിഗ്നലാണ് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ ഞാനടക്കമുള്ള ആളുകളൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, സിഗ്നൽ ഓപ്പൺ ആണെങ്കിൽ പോലും വാഹനങ്ങൾക്ക് ആ റോഡിലൂടെ പോകാൻ സിഗ്നൽ ഓപ്പൺ ആണെങ്കിൽ പോലും നമ്മൾ നോക്കിയിട്ട് വാഹനങ്ങൾ വരുന്നില്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റോഡ് മുറിച്ചടക്കാൻ ശ്രമിക്കും. അത് വളരെ അപകടകരമാണ്. അതും ഈ ട്രാഫിക് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക് പോലീസ് വിളിച്ച് നമുക്ക് നമ്മുടെ IDയിൽ 200 റിയാലൊക്കെ അവർക്ക് ആ സമയത്ത് തോന്നുന്ന റിയാലും കാര്യങ്ങളൊക്കെ അവർക്ക് ഫൈനായിട്ട് എഴുതി തരും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സിഗ്നൽ ഓപ്പൺ ആണെങ്കിൽ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി ആ റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി സിഗ്നൽ ഓപ്പൺ ആണെങ്കിൽ വാഹനമില്ലാത്ത സാഹചര്യങ്ങൾ റോഡ് മുറിച്ച് കടക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ അത് അപകടകരമാണ്. അത് നമ്മൾ സീബ്ര ലൈനിലൂടെയാണ് നമ്മൾ റോഡ് മുറിച്ച് കടക്കുന്നതെങ്കിൽ പോലും സിഗ്നൽ ഓപ്പൺ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സീബ്ര ലൈനിലൂടെ അല്ലാത്ത ഭാഗങ്ങളിലൂടെ റോഡ് മുറിച്ച് കടക്കുകയാണെങ്കിൽ അത് ട്രാഫിക് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, 200 റിയാൽ ഫൈൻ എഴുതി തരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.